ഹായ് ഗായ്സ്, ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റഡി വിത്ത് മീ എന്ന് പറയുന്നൊരു വീഡിയോ. ഞാനിരുന്ന് പഠിക്കുന്ന, ഞാനതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടു. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, രണ്ടക്ഷരം പലർക്കും പറഞ്ഞു കൊടുത്തുകൂടെ, വെറുതെ നീ എന്താ പഠിക്കുന്നതെന്ന് പോലും അറിയാതെ ഇങ്ങനെ പാട്ടുമായിട്ട് വീഡിയോ ഇടണോ എന്ന് ചോദിച്ചു. അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുവാണ്, സ്റ്റഡി വിത്ത് മീ എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. എങ്ങനെയാണ് ഇത് പഠിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങളൊന്ന് യൂട്യൂബിൽ സ്റ്റഡി വിത്ത് മീ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് കാണാം. സ്റ്റഡി വിത്ത് മീ 1 hour, എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ, അതായത് ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എനിക്കൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഉറക്കം വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വയ്ക്കും, അത് പഠിക്കത്തില്ല. അത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിലോ. ഞാൻ ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് എടുത്ത വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. രാത്രി 12 മണി എന്ന് പറയുമ്പോൾ 12 തൊട്ട് 1:30 വരെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അത്രയും സമയവും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റി. ഞാൻ സെലക്ട് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു, ഭൂമിശാസ്ത്രം, അതായത് ജിയോഗ്രഫി. അപ്പോൾ ജിയോഗ്രഫി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും നേരം, അതായത് 1.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇന്ന് രാവിലെയും അത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി വന്നു. ഞാൻ രാവിലെ 7 മണി തൊട്ട് 8:30 വരെയും കണ്ടിന്യൂസ് അതിൻ്റെ ബാക്കി ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഇതെനിക്ക് എങ്ങനെ സാധിച്ചു? ഒരു 10 മിനിറ്റ് കൂടുതൽ ഇരുന്ന് പഠിക്കാൻ പറ്റാതെ ഉറക്കം വരുന്ന ലേസി ആയിട്ടുള്ള എനിക്ക് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വേറെ ആരും പഠിക്കാനിരിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ബോറിംഗ് ഉണ്ടാവും. ആ ബോറിങ് ഇപ്പോൾ നമുക്ക് ഒത്തിരി സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ വരുന്ന ഒരു സംഭവമാണ് ഫോണിലെ നോട്ടിഫിക്കേഷൻസൊക്കെ. പെട്ടെന്ന് നമുക്ക് വേറൊരു ആപ്ലിക്കേഷനിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യുക? അതിനെന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. മാർച്ചിൽ 10ാം ക്ലാസ്സിൻ്റെ എക്സാം വരുവാണ്. അതുപോലെ തന്നെ PSC എക്സാംസ്, അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എക്സാം അടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകമായിട്ടൊരു ഡിപ്രഷൻസ് ഉണ്ടാവും. ആ ഒരു ഡിപ്രഷൻ്റെ ഫലമാണ് നമുക്ക് പഠിക്കാൻ പറ്റാത്തത്. കണ്ടിന്യൂസ് ഇരുന്ന് ഒട്ടും പഠിക്കാൻ പറ്റില്ല. നമുക്കിത് പറ്റുമോ? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ. അങ്ങനെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മോടൊപ്പം ഒരാൾ പഠിക്കാനിരിക്കുവാണെങ്കിൽ നമുക്ക് പറ്റും. കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? കാര്യം, കൂടെ ആൾക്കാരിയ്ക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ, അതായത് ഒരു പ്രത്യേക മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, രാത്രിയൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഇല്ല. അപ്പോൾ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പഠിക്കാൻ പറ്റില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ നോക്കിയാൽ ഒന്നും മനസ്സിലാവത്തില്ല. കാര്യം ഞാൻ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നതെന്ന് പോലും അതിനകത്ത് കണ്ടാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിക്കുക. അങ്ങനെ ഞാൻ 1 മണിക്കൂർ ഇരുന്നു. അത്രയും സമയവും നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന അത്രയും സമയവും നിങ്ങളും ഇരുന്ന് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് 1 മണിക്കൂർ നിങ്ങൾ പോലും അറിയാതെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 2 hourൻ്റെ വീഡിയോ ഇടണമെന്നുണ്ട്. ഒരു ദിവസം 8 മണിക്കൂറിൻ്റെ വീഡിയോ വരെ ഇടണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇനി നിങ്ങൾ ജോലിയുള്ളവരുണ്ട്. എൻ്റെ വീഡിയോസ്, എനിക്ക് 4172 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. പക്ഷെ ഞാൻ സ്റ്റഡി വിത്ത് മീ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ, 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ 1 സബ്സ്ക്രൈബറെ കിട്ടി. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാര്യം ആരോ ഒരാൾക്ക് എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ടാവും, നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മടിയന്മാർ, ഒരു കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി. അവരും ഡിപ്രഷനൊക്കെ കളഞ്ഞ് ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് 1 hour ഇരുന്ന് പഠിക്കാൻ പറ്റി എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക. ഉപകാരപ്പെടട്ടെ. ഒരാളെങ്കിലും ഈ വീഡിയോ കൊണ്ട് 1 മണിക്കൂർ തികച്ചിരുന്ന് പഠിക്കാനുള്ള ഒരു ലെവലിലേക്ക് വരുവാണെങ്കിൽ
അതായിരിക്കും ഈ വീഡിയോയുടെ വിജയം. പഠിക്കാൻ മടിയുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.